ഗൈസ്, ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ സാംസങ് ഗാലക്സി S23 FE മേടിക്കണോ, സാംസങ് ഗാലക്സി S23 മേടിക്കണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ അഭിപ്രായം പറയാം, ഏത് ഡിവൈസാണ് മേടിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ സാംസങ് ഗാലക്സി S23 FE ഒരു 2 ദിവസം യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ അടുത്തുണ്ട് ആ ഫോൺ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കി, നന്നായി യൂസ് ചെയ്ത് നോക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്തുണ്ട് സാംസങ് ഗാലക്സി S23. അപ്പോൾ ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്പെസിഫിക്കേഷൻസ് വൈസ് നോക്കാം. ഡിസ്പ്ലേ ഏതിലാണ് നല്ലത്, സൗണ്ട് ക്വാളിറ്റി ഏതിലാണ് നല്ലത്, പെർഫോമൻസ് ഏതിലാണ് നല്ലത്, ക്യാമറ ഏതിലാണ് നല്ലത്, ബാറ്ററി ലൈഫ്, ചാർജിങ് സ്പീഡ്, നെറ്റ്വർക്ക്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രൈസ് ഡിഫറൻസ് നോക്കാന്ന് വെച്ചാൽ 10,000 പ്രൈസ് ഡിഫറൻസ് ഉണ്ട് സാംസങ് ഗാലക്സി S23 S23 തമ്മിൽ. ഓക്കെ, അപ്പോൾ 10,000 അധികം കൊടുത്തിട്ട് S23 മേടിക്കുന്നത് വർത്താണോ അല്ലയോ എന്ന്. ഓക്കെ, ആദ്യം നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കാന്ന് വെച്ചാൽ നമുക്ക് S23 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി S23 നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സാംസങ് ഗാലക്സി S23 ഭയങ്കര കോമ്പാക്റ്റായ ഫോണാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല ഇംപ്രസീവായി തോന്നി. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഫോൺ വേണമെങ്കിൽ S23 കൂടെ പോവാം. പിന്നെ ഡിസ്പ്ലേ ടൈപ്പ് നോക്കാന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ രണ്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ റിഫ്രഷ് റേറ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ രണ്ടിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷേ S23 നമുക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒന്നും യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ 24 ഹെർട്സ് വരയ്ക്കും കുറയും. അപ്പോൾ അതുകൊണ്ട് എന്താണ്ടാവണേ, ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അതേമാതിരി S23 അങ്ങനത്തെ ഒരു ഓപ്ഷനില്ല, അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. ഡയറക്റ്റ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. നമ്മൾ ഫോണിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ കിടക്കും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും, ഡിവൈസ് ചൂടാവും ചെയ്യും. അടുത്ത പോയിന്റ് നോക്കുകയെന്ന് വെച്ചാൽ ഡിസ്പ്ലേയിൽ ഏത് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ പ്രൊട്ടക്ഷൻ നോക്കുകയെന്ന് വെച്ചാൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത് S23 അപ്പോൾ ഈ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ സാംസങ് ഗാലക്സി F14 ഉണ്ട്. ഇത് മീൻസ് ഇത് 10,000 ഉള്ളിലുള്ള ഒരു ഫോണാണ്. ഇതിലെനിക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ S23 ഇത്രയും കാശ് കൊടുത്തിട്ട് വെറും ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അതേ സമയത്ത് S23 നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടി സേഫായ ഡിവൈസ് S23 ആണ്. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയെന്ന് വെച്ചാൽ ഔട്ട്ഡോർ വിസിബിലിറ്റി പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയെന്ന് വെച്ചാൽ 1450 നിറ്റ്സ് ആണ് കിട്ടുന്നത് നമുക്ക് S23 അതേ സമയത്ത് S23 നമുക്ക് 1750 നിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ സാംസങ് ഗാലക്സി S23 അൾട്ര എടുത്താലും അതിലും സെയിം കൈൻഡ് ഓഫ് ബ്രൈറ്റ്നസ് ആണ് നമുക്ക് കിട്ടുന്നത്, 1750 നിറ്റ്സ്. അപ്പോൾ ഔട്ടർ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഒരു പ്രശ്നവും വരില്ല. അണ്ടർ ദ ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ഡിസ്പ്ലേ കാണാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. മീഡിയ കൺസപ്ഷനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലത് വലിയ ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ S23 നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ, ആമസോൺ പ്രൈം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂവീസോ യൂട്യൂബ് വീഡിയോസോ കാണാന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് നമുക്ക് S23 കിട്ടുക. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. S23 ബെസൽസ് ഉണ്ടല്ലോ, താഴത്ത് മുഖത്ത് സൈഡിലത്തൊക്കെ, അത് ഭയങ്കര തിക്കാണ്. നമുക്കൊരു 10,000 ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ F14 ആണ്. F14 10,000 ഉള്ളിലൊരു ഫോണാണ്. ഇത്രയും തിക്കായ ബെസൽസ് ആവും നമുക്ക് S23 കാണാൻ കിട്ടുക. പക്ഷേ S23 ഈ ബെസൽസൊക്കെ ഭയങ്കര തിന്നാണ്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു വില പിടിച്ച ഫോണ് നമുക്ക് S23 ആവും തോന്നിക്കുക. അതേസമയത്ത് ഫ്രണ്ടിൽ നമുക്ക് S23 നോക്കുമ്പോൾ നമുക്കൊരു 10,000 12,000 ഫോണാവും തോന്നിക്കുക, ബിക്കോസ് ബെസൽസ് അത്രയും തിക്കാണ്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി രണ്ടിലും നല്ലതാണ്. ഇപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റീനെ പറ്റി നോക്കാം. സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ S23 S23 നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി എനിക്ക് പേഴ്സണലി കേട്ടതിൽ S23 ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി റിച്ചായ സൗണ്ടാണ്, പിന്നെ കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂവീസോ സീരീസോ പാട്ടോ കേൾക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇഷ്ടപ്പെടുന്നത് S23 സ്പീക്കേഴ്സാണ്. മീൻസ് S23 സ്പീക്കേഴ്സ് മോശമാണെന്നല്ല പറയണത്, പക്ഷേ കമ്പയർഡ് ടു S23
23FEയുടെ സ്പീക്കർ അത്ര പോരാ. ഇപ്പോൾ ഞാൻ S23ൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് കേൾപ്പിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങളൊരു ഹെഡ്ഫോൺ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇതിൻ്റെ ശരിക്കത്തെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് പെർഫോമൻസിനെ പറ്റി നോക്കാം. S23FEയിൽ നമുക്ക് Exynos 2200 പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സർ. പക്ഷേ അത്ര ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറല്ല Exynos 2200. അതേമാതിരി നമുക്ക് S23യിൽ നമുക്ക് 8 Gen 2ൻ്റെ പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ വെരി ഓപ്റ്റിമൈസ്ഡ് പ്രോസസ്സർ ആസ് വെൽ ആസ് വെരി പവർഫുൾ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ Exynos 2200 ആയിട്ട് നമുക്ക് 8 Gen 2 കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത്രയും പവർഫുള്ളായ പ്രോസസ്സറാണ് നമുക്ക് S23യിൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ S23FE യൂസ് ചെയ്തപ്പോൾ ഡേ ടു ഡേ ടാസ്കിൽ നമുക്ക് ഫോൺ ലാഗൊന്നും തോന്നിക്കില്ല, പക്ഷേ ചെറുതായിട്ട് വാം തോന്നിക്കും. മീൻസ് ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ അവിടെ പിന്നെ ബാക്കിൻ്റെ ഇവിടെ ഒക്കെ നമുക്ക് ചെറുതായിട്ട് വാം തോന്നിക്കും. അതേ സമയത്ത് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ വല്ലതും ചെയ്യാന്ന് വെച്ചാൽ 4Kയിൽ ഫോൺ നന്നായിട്ട് ചൂടാവും. അതേമാതിരി ബാറ്ററി ഡ്രെയിനും നന്നായിട്ടുണ്ട് ആ ഫോണിൽ. അപ്പോൾ ബാറ്ററി ഫോൺ ചൂടാവേണ്ട അനുസരിച്ച് എന്താ ഉണ്ടാവുക, ബാറ്ററിയുടെ ഹെൽത്ത് കുറയും. അപ്പോൾ ബാറ്ററി അധികം കാലം ഉണ്ടാവില്ല. അതേ സമയത്ത് S23യിൽ അത്രയും ഓപ്റ്റിമൈസ്ഡ് ആയ പ്രൊസസ്സർ കൊടുത്തോണ്ട് ഇപ്പോൾ ഞാൻ 4Kയിൽ പുറത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാണെന്ന് ഒരു 30 മിനിറ്റ്സ് വരെക്കും ഞാൻ ഈ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല, ചെറുതായിട്ട് വാം ആയിട്ടുണ്ടെന്ന് മാത്രം. പിന്നെയും ഒരു കുഴപ്പമില്ലാതെ 30 മിനിറ്റ്സ് വരെക്കും 4K വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടത്. അതേമാതിരി നമ്മൾ ഡേ ടു ഡേ ടാസ്കൊക്കെ വല്ലതും ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഫോണൊന്നും വാമും കൂടി ആവില്ല. അത്രയും നല്ല ഓപ്റ്റിമൈസ്ഡ് ആയ പ്രോസസ്സറാണ്. പിന്നെ ബാറ്ററി അത്രയും കുറയണമില്ല. അപ്പോൾ അതുകൊണ്ട് S23FEയിൽ 8 Gen 2 പ്രോസസ്സർ ഭയങ്കര സുപ്പീരിയറാണ് കമ്പയർഡ് ടു S23FEയുടെ Exynos 2200. മാനേജ്മെൻറ്റ് നോക്കാന്ന് വെച്ചാൽ രണ്ട് ഫോണിൽ നമുക്ക് ഡീസൻ്റ് ആയ റാം മാനേജ്മെൻ്റ് ആണ് കിട്ടുന്നത്. ആപ്ലിക്കേഷൻസ് ഒക്കെ മെമ്മറിയിൽ വെക്കുന്നുണ്ട്. അതേ സമയത്ത് സ്റ്റോറേജ് നോക്കാന്ന് വെച്ചാൽ രണ്ട് ഫോണിലും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 128GB സ്റ്റോറേജ് 8GB റാം ആണ് കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റോറേജ് ടൈപ്പ് നോക്കാന്ന് വെച്ചാൽ UFS 3.1 സ്റ്റോറേജ് ആണ് കിട്ടുന്നത് S23FEയിലും S23യിലും ബേസ് വേരിയൻറ്റിൽ. പക്ഷേ S23FEയുടെ 256GB സ്റ്റോറേജ് വേരിയൻറ്റിൽ പോയാൽ നമുക്ക് UFS 3.1ൻ്റെ സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. പക്ഷേ S23യിൽ 256 മേടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് UFS 4.0 UFS സ്പീഡാണ് കിട്ടുന്നത്. അപ്പോൾ UFS 3.1ഉം UFS 4ഉം ആയിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആപ്പ് ഓപ്പണിംഗ് സ്പീഡ് ആയിക്കോട്ടെ, നമ്മൾ ഓവറോൾ UI സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസിൽ തന്നെ നല്ല വ്യത്യാസം തോന്നിക്കും കമ്പയർഡ് നമ്മളിപ്പോൾ UFS 3.1ഉം UFS 4ഉം കമ്പയർ ചെയ്യുകയാണ് വെച്ചാൽ. ഇപ്പോൾ നിങ്ങൾ സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്താലാണ് അത്ര വ്യത്യാസം തോന്നിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് UFS 3.1 കമ്പയർ ചെയ്യാതെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര വ്യത്യാസം തോന്നിക്കില്ല. ഇപ്പോൾ നിങ്ങൾ S23 മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത് 256GB സ്റ്റോറേജിൻ്റെ കൂടെ പോകാൻ നോക്കുക. അതാവും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി. ബാറ്ററി ലൈഫ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് S23FEയിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. S23യിൽ നമുക്ക് 3900 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾ വിചാരിക്കും S23FEയുടെ ഇതിലാണ് കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് കിട്ടുക. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത്. S23യിലാണ് നമുക്ക് സുപ്പീരിയർ ബാറ്ററി ലൈഫ് കിട്ടുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രോസസ്സർ നല്ല ഓപ്റ്റിമൈസ്ഡ് ആണ്, അത്ര പവർ ഹംഗ്രി ആയ പ്രോസസ്സർ അല്ല. അതേ സമയത്ത് S23FEയിൽ Exynos 2200ൽ നല്ല പവർ ഹംഗ്രി ആയ പ്രോസസ്സറാണ് കിട്ടുന്നത്. പിന്നെ ഫോൺ നന്നായിട്ട് ചൂടാവും, അതിൻ്റെ അനുസരിച്ച് ബാറ്ററി നന്നായിട്ട് കുറയും. ഇപ്പോൾ ഞാൻ നോക്കാന്ന് വെച്ചാൽ എൻ്റെ യൂസേജിൽ എനിക്ക് 2 ദിവസം എൻ്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ
എൻ്റെ യൂസേജിൽ എനിക്കൊരു 3.5 to 4 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടിയല്ലോ. അതേ സമയത്ത് എൻ്റെ S23 എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബാറ്ററി ലൈഫ് ഇതിൻ്റെ. അപ്പോൾ ബാറ്ററി ലൈഫ് ഭയങ്കര സുപ്പീരിയറാണ് S23 കമ്പയർഡ് ടു S23 FE. ചാർജിങ് സ്പീഡ് നോക്കുകയെന്ന് വെച്ചാൽ ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പോൾ S25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ഒറിജിനൽ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ S23 എനിക്ക് ഒരു 8% to 100% ആവാൻ വേണ്ടിയിട്ട് എനിക്ക് 1 hour 15 minutes പിടിക്കുന്നുണ്ട്. അതേ സമയത്ത് S23 FEയിൽ 1 hour 30 minutes പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസം അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ചാർജിങ് സ്പീഡ് കുറവാണ് അതർ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ്. ഇപ്പോൾ ക്വാളിറ്റീനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാലും നിങ്ങളിപ്പോൾ എക്സിനോസിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്ത ഒരു ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിനോസിൻ്റെ മോഡം എത്ര മോശമാണെന്ന്. ബിക്കോസ് നമുക്ക് എക്സിനോസിൻ്റെ ഫോണിൽ നെറ്റ്വർക്കിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എനിക്കെന്താ പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ S23 FEയിൽ ഞാൻ ജിയോൻ്റെ സിം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ 4Gയുടെ നെറ്റ്വർക്കേ കിട്ടിയിരുന്നില്ല. വെറും 4G+ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതേ സമയത്ത് എൻ്റെ S23യിൽ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും 5Gയുടെ നെറ്റ്വർക്ക് സ്പീഡ് ഈസിലി കിട്ടുന്നുണ്ട്. 5Gയുടെ സ്പീഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ എക്സിനോസിൻ്റെ ഫോണിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഫൈനലി ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് പറയാനില്ല, സുപ്പീരിയർ S23നെയാണ്. പക്ഷേ S23 FEയുടെയും ക്യാമറ ക്വാളിറ്റി ഭയങ്കര ഇമ്പ്രസീവാണ്. ഇപ്പോൾ നിങ്ങൾ റിയൽമി, പൊക്കോ, OnePlus ഏത് ഫോൺ മേടിച്ചാലും ഐക്യൂൻ്റെ ഏത് ഫോൺ മേടിച്ചാലും ആ പ്രൈസ് റേഞ്ചിന് S23 FEയുടെ അത്ര ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. ബിക്കോസ് അത്രയും എനിക്ക് ഇമ്പ്രസീവായി തോന്നി. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ മാർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ S23ന് 100 കൊടുക്കുകയെന്ന് വെച്ചാൽ S23 FEന് എനിക്ക് 96 അല്ലെങ്കിൽ 95 കൊടുക്കാൻ പറ്റും. അത്രയും നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. കൺക്ലൂഷൻ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു S23 FE മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ 34,000 ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്. ആ പ്രൈസിന് അത്ര വാല്യൂ ഫോർ മണി അല്ല. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ വരുമ്പോൾ നമുക്ക് 27 അല്ലെങ്കിൽ 26,000 ഒക്കെ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കണം, അതിൽ ബാറ്ററി ലൈഫ് കുറവാണ്, പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്താൽ മതി. പിന്നെ ക്യാമറ ക്വാളിറ്റി ഭയങ്കര ഇമ്പ്രസീവാണ് ആ ഫോണിൽ. പിന്നെ നിങ്ങൾക്ക് ഒരു 10,000 എക്സ്ട്രാ വെച്ച് പേ ചെയ്തിട്ട് S23 എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ S23 എടുക്കുക. ബിക്കോസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് S23 സുപ്പീരിയർ ആണ് കമ്പയർഡ് ടു S23 FE. നെറ്റ്വർക്ക് ആയിട്ടോ, ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, അതേമാതിരി സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, എല്ലാ ഇതിലും നമുക്ക് S23 ആണ് സുപ്പീരിയർ. അപ്പോൾ 25-26 ബില്യൺ 27,000 നമുക്ക് S23 FE കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം. മെയിൻ പ്രയോറിറ്റി ക്യാമറയാണ്. ബാറ്ററി ലൈഫ് കുഴപ്പമില്ല, പെർഫോമൻസ് വേണ്ട. പക്ഷേ ക്യാമറയാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് S23 FEയുടെ കൂടെ പോവുക. അത്രയും നല്ല ഇമ്പ്രസീവായ ഫോട്ടോസാണ് അത് എടുക്കുന്നത്. ഇപ്പോൾ മോട്ടറോള Edge 50 Pro ആ ഫോണിൻ്റെ കാട്ടും നല്ല ക്യാമറ ക്വാളിറ്റിയാണ് S23 FEയിൽ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.